അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യപ്രതി മധുവിന്റെ നിർണായക മൊഴി. സ്വകാര്യ ആശുപത്രികൾ സ്വീകർത്താക്കളുടെ വിവരങ്ങൾ കൈമാറിയിരുന്നു. മധുവിന്റെ നിർണായക മൊഴിയാണ് ഇത്തരത്തിൽ പുറത്തുവന്നിരിക്കുന്നത്. വിദേശത്തു നിന്നും ചികിത്സയ്ക്കെത്തി അവയവമാറ്റ ശസ്ത്രക്രിയകൾ നിർദ്ദേശിക്കപ്പെട്ട രോഗികളുടെ വിശദാംശങ്ങളാണ് കൈമാറിയത്. എന്നെ കസ്റ്റഡിയിൽ മധുവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അതിനിർണായകമായ മൊഴിയാണ് മധുവിൽ നിന്നും എന്നേക്ക് ലഭിച്ചിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയാണതല്ലേ? തീർച്ചയായും കെ പി, ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് മധു ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികൾക്ക് ഇത്തരത്തിൽ അവയവ കച്ചവട മാഫിയയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന കൂടുതൽ മൊഴികളാണ് നൽകിയിരിക്കുന്നത്. ചില സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ മധു ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മധു കസ്റ്റഡിയിലാകുന്നത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഒരാഴ്ചത്തെ കസ്റ്റഡിയിലാണ് NIA ചോദ്യം ചെയ്തു വരുന്നത്. ഈ ചോദ്യം ചെയ്യൽ തുടരുന്ന ഘട്ടത്തിലാണ് പുതിയ വിവരങ്ങൾ, അവയവ കച്ചവട മാഫിയയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വരുന്നത്. ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് മധു നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഇത്രയും കാലം ഇറാനിൽ ഒളിവിൽ തുടരുകയായിരുന്നു മധു. ഇതിനിടയിലാണ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയും ഒപ്പം തന്നെ രാജ്യാന്തര അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായത്തോടെ മധുവിനെ തിരികെ നാട് കടത്തി കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ എടുക്കുന്നതും തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വിദേശികളായ നിരവധി ആളുകളുടെ പങ്കാളിത്തം കൂടി അന്വേഷണത്തിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചു കൂടിയാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം വിദേശ കണ്ണികൾക്ക് കൃത്യമായ പങ്കാളിത്തമുണ്ട്. അവരാണ് ഇത്തരത്തിൽ മധുവിനെ പോലുള്ള ഏജന്റുമാരെ. നിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കേസിന്റെ പുരോഗതിക്ക് അതീവ നിർണായകമാണ് ഈ മൊഴികൾ. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.